ഗൾഫ് വാർത്തകളിലേക്ക് പോവുകയാണ്. വിസ ചട്ടങ്ങൾ ലംഘിച്ച് അനധികൃതമായി താമസിക്കുന്നവരെ രാജ്യം വിടാൻ അനുവദിക്കുന്ന പൊതുമാപ്പ് പ്രഖ്യാപിച്ച് ഖത്തർ. നാളെ മുതൽ 3 മാസത്തേക്കാണ് കാലാവധി. മതിയായ താമസരേഖകൾ ഇല്ലാതെ രാജ്യത്ത് താമസിക്കുന്നവർക്ക് പിഴയോ തടവോ ഇല്ലാതെ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള അവസരമാണ് ഗ്രേസ് പീരീഡ് അഥവാ പൊതുമാപ്പ്. നാളെ മുതൽ 3 മാസത്തിനകം ഇങ്ങനെയുള്ളവർ രാജ്യം വിടണം. റെസിഡൻസിയുമായി ബന്ധപ്പെട്ട നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുകയോ അല്ലെങ്കിൽ എൻട്രി വിസയുടെ കീഴിൽ രാജ്യത്ത് അവരുടെ അംഗീകൃത കാലയളവ് കവിയുകയോ ചെയ്തവർക്ക് ഈ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താം. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും യാത്രയ്ക്കുള്ള ടിക്കറ്റുമായി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നേരിട്ട് ഹാജരായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാജ്യത്തേക്ക് മടങ്ങാം. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെർച്ച് ആൻഡ് ഫോളോ അപ്പ് കേന്ദ്രത്തിൽ ഹാജരായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും പൊതുമാപ്പ് കാലാവധിക്കുള്ളിൽ രാജ്യം വിടാമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്ര ചെയ്യാൻ നിയമപരമായ മറ്റു തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവ പൂർത്തിയാക്കി മാത്രമേ രാജ്യം വിടാൻ സാധിക്കുകയുള്ളൂ. അതായത് അനധികൃത താമസം എന്ന നിയമലംഘനം നടത്തിയവർക്ക് മാത്രമാണ് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയുക. മറ്റ് കേസുകളിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അതിന്മേലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ രാജ്യം വിടാൻ സാധിക്കുകയുള്ളൂ. മീഡിയ 1 ദോഹ. മലയാളിയെ കൊന്നു കൊള്ളയടിച്ച കേസിൽ റിയാദിൽ യമൻ സൗദി പൗരന്മാരുടെ വധശിക്ഷ നടപ്പാക്കി. 2017 മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി AP സിദ്ദീഖിനെ കൊന്ന കേസിലാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ശിക്ഷ നടപ്പാക്കിയത്. ആളില്ലാത്ത സമയത്ത് സിദ്ദീഖ് ജോലി ചെയ്ത കടയിലെത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയത്. ക്രൂരമായ ഈ കൊലപാതക കേസിൽ ഒത്തുതീർപ്പ് ശ്രമം കോടതി തള്ളിയിരുന്നു. 2017 ജൂലൈ 21 സൗദിയിലെ റിയാദിലുള്ള അസീസിയയിലായിരുന്നു സംഭവം. ഇവിടെ പലചരക്ക് കടയിൽ ജീവനക്കാരനായിരുന്നു മലപ്പുറം പരപ്പനങ്ങാടി സദ്ദാംബിച്ച് സ്വദേശി AP സിദ്ദീഖ്. പോലീസ് റിപ്പോർട്ട് പ്രകാരം ഇവിടെ ആളില്ലാത്ത സമയത്തെത്തിയ ഹൈവേ കൊള്ള സംഘമാണ് സിദ്ദീഖിനെ ആക്രമിച്ചത്. കടയിലെ പണം തട്ടാനുള്ള ശ്രമം തടഞ്ഞതോടെ തലക്ക് തുടരെ അടിയേറ്റും കുത്തേറ്റും സിദ്ദീഖ് വീണു. പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെട്ടു. കടയുടമ നൽകിയ പരാതിയിൽ അതിവേഗത്തിൽ പ്രതികൾ പിടിയിലായി. സൗദി പൗരനായ റയ്യാൻ അൽ ഷഹ്റാനി, യമൻ പൗരൻ അബ്ദുള്ള ബാസാദ് എന്നിവരായിരുന്നു പ്രതികൾ. രണ്ടുപേരും മയക്കുമരുന്ന് അടിമകളാണ്. കേസിൽ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശിക്ഷ ശരിവെച്ചതോടെ ഇന്ന് റിയാദിൽ വധശിക്ഷ നടപ്പാക്കി. കൊല്ലപ്പെടുമ്പോൾ 45 വയസ്സായിരുന്നു സിദ്ദീഖിന് പ്രായം. 3 മക്കളും ഭാര്യയും നാട്ടിലായിരുന്നു. കേസ് ഫോളോ ചെയ്തത് റിയാദിലെ സാമൂഹ്യ പ്രവർത്തകൻ സിദ്ദീഖ് തുവ്വൂരാണ്. പ്രതികളുടെ കുടുംബം നഷ്ടപരിഹാരം നൽകി ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും കോടതി തള്ളിയിരുന്നു. പ്രതികളുടെ മയക്കുമരുന്ന് പശ്ചാത്തലം, ക്രൂരമായ കൊലപാതകം എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതികൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വധശിക്ഷയിലേക്ക് നീങ്ങിയത്. പാവങ്ങളെ ആക്രമിച്ച് പണം മോഷ്ടിച്ച് ജീവിതത്തിനുള്ള അവകാശം നിഷേധിച്ച പ്രതികൾ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തതെന്ന് കോടതി പറഞ്ഞു. വ്യക്തിയുടെ സുരക്ഷ, രാജ്യത്തിന്റെ സുരക്ഷ, നീതി എന്നിവയ്ക്കെതിരെയാണ് പ്രതികൾ പ്രവർത്തിച്ചത്. ഇതുപോലെ ചെയ്യുന്ന എല്ലാവർക്കും ഇതായിരിക്കും ശിക്ഷയെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. സൗദിയിൽ മലയാളികൾ കൊല്ലപ്പെട്ട 2 വ്യത്യസ്ത കേസുകളിൽ കഴിഞ്ഞ വർഷം 4 സൗദികൾക്കും ഒരു ഈജിപ്ഷ്യൻ പൗരനും വധശിക്ഷ നടപ്പാക്കിയിരുന്നു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. നിർമ്മിത ബുദ്ധി മേഖലയിൽ 50 ബില്യൺ യൂറോയുടെ വമ്പൻ നിക്ഷേപം നടത്തി UAE. ഫ്രാൻസിൽ നിർമ്മിക്കുന്ന കൂറ്റൻ AI ഡാറ്റാ സെന്ററിലാണ് UAE മുതൽ മുടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചു. AI മേഖലയുടെ ആഗോള ഭാവി മുന്നിൽ കണ്ടാണ് UAE ഫ്രഞ്ച് ഗവൺമെന്റുമായി സഹകരിക്കുന്നത്. 1 ജിഗാവാട്ട് ശേഷിയുള്ള AI ഡാറ്റാ സെന്ററിലാണ് രാജ്യം 500 കോടി യൂറോയുടെ നിക്ഷേപം നടത്തുക. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഓഫീസാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. നിർമ്മിത ബുദ്ധി മേഖലയിൽ ഗവേഷണവും നൈപുണ്യവും ലക്ഷ്യമിടുന്ന AI ക്യാമ്പസാണ് ഡാറ്റാ സെന്ററിന്റെ പ്രധാന സവിശേഷത. ഇരു രാജ്യങ്ങളിലെയും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറും സോവറിൻ AIയും വികസിപ്പിക്കാൻ വിർച്വൽ ഡാറ്റ എംബസിയും വിഭാവനം ചെയ്യുന്നുണ്ട്. ഫ്രാൻസും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം 10 മടങ്ങ് ശക്തിപ്പെടുത്താൻ സഹായകരമാകുന്നതാണ് AI മേഖലയിലെ സഹകരണം. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിൽ ഉത്തരവാദിത്തപരമായ സമീപനം സ്വീകരിക്കുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ അടുത്തയാഴ്ച നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിലും ഷെയ്ഖ് മുഹമ്മദ് പങ്കെടുക്കും. 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രതിനിധികളാണ് ഉച്ചകോടിക്കെത്തുന്നത്. മീഡിയ 1, ദുബായ്. കേരളമടക്കമുള്ള വിവിധ ഇന്ത്യൻ സെക്ടറിൽ വീണ്ടും സർവീസുകൾ വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന ആകെ 14 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഫെബ്രുവരി 9 മുതൽ പ്രാബല്യത്തിൽ വരുന്ന റദ്ദാക്കലുകൾ തിരുവനന്തപുരം, ചെന്നൈ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള യാത്രക്കാരെ ബാധിക്കും.
ഫെബ്രുവരി 9 രാവിലെ 8:40 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് ഒമാൻ സമയം 11:10 മസ്കത്തിലെത്തുന്ന വിമാനവും അന്നേ ദിവസം മസ്കത്തിൽ നിന്ന് 12:30 പുറപ്പെട്ട് 6:10 തിരുവനന്തപുരത്തെത്തുന്ന വിമാനവുമാണ് റദ്ദാക്കിയത്. ഫെബ്രുവരി 16 മുതൽ മാർച്ച് 16 വരെയുള്ള ഞായറാഴ്ചകളിലെ മസ്കത്ത് തിരുവനന്തപുരം സർവീസുകളും ഒഴിവാക്കിയവയിൽ ഉൾപ്പെടും. ഫെബ്രുവരി 9 17 മസ്കത്ത് മംഗലാപുരം, ഫെബ്രുവരി 11 മുതൽ മാർച്ച് 25 വരെയുള്ള മസ്കത്ത് ചെന്നൈ, ഫെബ്രുവരി 17 മുതൽ മാർച്ച് 17 വരെ മസ്കത്ത് തിരുച്ചിറപ്പള്ളി, ഫെബ്രുവരി 24 മുതൽ മാർച്ച് 24 വരെ മസ്കത്ത് മംഗലാപുരം റൂട്ടുകളിലുമാണ് സർവീസുകൾ റദ്ദാക്കിയത്. ഓഫ് സീസൺ ആയതിനാലാണ് സർവീസുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നതെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവരുടെ പക്ഷം. ഫെബ്രുവരിയിൽ മസ്കത്തിൽ നിന്ന് കേരള സെക്ടറിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ കുറച്ചിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വെബ്സൈറ്റ് അനുസരിച്ച് ഫെബ്രുവരിയിൽ കോഴിക്കോട്ടേക്കുള്ള 9 സർവീസുകളാണ് കുറച്ചിരുന്നത്. ബുധൻ വ്യാഴം ദിവസങ്ങളിലെ സർവീസുകളാണ് നിലച്ചത്. മീഡിയ 1 മസ്കത്ത്. ഫോർമുല ഇ കാറോട്ട മത്സരത്തിന്റെ ഭാഗമായി ജിദ്ദ കോർണിഷ് റോഡുകൾ ഭാഗികമായി അടച്ചു. സർക്യൂട്ടിലേക്കുള്ള വിവിധ റോഡുകളും അടച്ചിടും. ഫെബ്രുവരി 22 വരെയാണ് നിയന്ത്രണം. ഈ മാസം 14 കാറോട്ട മത്സരത്തിന്റെ തുടക്കം. ഫെബ്രുവരി 14 മുതൽ 15 വരെയാണ് ജിദ്ദയിലെ കോർണിഷ് സർക്യൂട്ടിൽ ഫോർമുല ഇ കാറോട്ട മത്സരം. ഇതിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായാണ് റോഡിലെ നിയന്ത്രണങ്ങൾ. ജിദ്ദ കോർണിഷ് സർക്യൂട്ടിലേക്കുള്ള കോർണിഷ് ബ്രാഞ്ച് റോഡുകളും അഹമ്മദ് അൽ നിയാസി സ്ട്രീറ്റും ഇതിന്റെ ഭാഗമായി അടച്ചിടും. ഫോർമുല ഇയുമായി സഹകരിച്ച് ഫെബ്രുവരി 22 വരെ നിയന്ത്രണം തുടരും. രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും വലിയ കായിക മത്സരങ്ങളിൽ ഒന്നാണ് ഫോർമുല ഇ. ഇതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു വരുന്നതായി കായിക മന്ത്രാലയം അറിയിച്ചു. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. റമലാൻ മാസത്തിൽ സംഭാവന പിരിക്കുന്നതിൽ കടുത്ത നിയന്ത്രണം തുടർന്ന കുവൈത്ത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം സാമൂഹ്യക്ഷേമ മന്ത്രാലയം പുറപ്പെടുവിച്ചു. സന്നദ്ധ സംഘടനകളുടെ ഓഫീസുകളിലോ പൊതു ഇടങ്ങളിലോ ആളുകളിൽ നിന്ന് പണം നേരിട്ട് സ്വീകരിക്കരുതെന്നാണ് പ്രധാന നിർദ്ദേശം. കേനെറ്റ് വഴിയോ മറ്റ് ഓൺലൈൻ മണി ട്രാൻസ്ഫർ രീതികളിലൂടെയോ പണമിടപാടുകൾ വഴിയോ മാത്രമേ പണം സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതോടെ വ്യക്തികളിൽ നിന്ന് കറൻസി നോട്ടുകൾ നേരിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. പൊതുസ്ഥലങ്ങളിൽ പണം പിരിക്കുന്നവർ മന്ത്രാലയത്തിന്റെ സമ്മതപത്രവും ചാരിറ്റി ഏജൻസിയുടെ തിരിച്ചറിയൽ കാർഡും പ്രദർശിപ്പിക്കണം. അതോടൊപ്പം സംഭാവന നൽകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് പൗരന്മാരോടും പ്രവാസികളോടും അധികൃതർ അഭ്യർത്ഥിച്ചു. ധനസമാഹരണത്തിന് അനുമതി ലഭിച്ച സംഘടനകൾ തങ്ങൾ ചുമതലപ്പെടുത്തിയ പ്രതിനിധികളെ സംബന്ധിച്ച വിശദവിവരങ്ങൾ മന്ത്രാലയത്തിന് നൽകണം. ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് സാക്ഷ്യപത്രം സഹിതമാണ് ഈ പട്ടിക നൽകേണ്ടത്. അനുമതി നേടാതെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പോലുള്ള പൊതുസ്ഥലങ്ങളിൽ ധനസമാഹരണം നടത്താൻ പാടില്ല. ആരാധനകൾക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിൽ പള്ളിച്ചുമരുകളിലോ മറ്റോ സ്ഥിരമായി ബാനറുകൾ സ്ഥാപിക്കാൻ പാടില്ല. റമദാൻ കഴിഞ്ഞാലുടൻ സംഘടനകൾ ധനസമാഹരണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ബന്ധപ്പെട്ട വകുപ്പിനെ അറിയിക്കണം. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദിയിൽ വരാനിരിക്കുന്ന വേൾഡ് കപ്പ് സ്റ്റേഡിയങ്ങളെയും ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളെയും പരിചയപ്പെടുത്താനായി സെമിനാർ സംഘടിപ്പിച്ചു. കേരള എഞ്ചിനീയേഴ്സ് ഫോറം റിയാദ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. റിയാദിലെ മലാസിൽ ഒരുക്കിയ ചടങ്ങിൽ ഷഫാന മെഹ്റു അധ്യക്ഷയായി. ലോകകപ്പുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളുടെ വിശകലനം, സ്റ്റേഡിയം ഡിസൈൻ, സ്റ്റേഡിയം നിർമ്മാണങ്ങളിലെ സുസ്ഥിരത എന്നീ വിഷയങ്ങൾ ചർച്ചയായി. സുബിൻ റോഷൻ, ഹഫീസ് ബിൻ കാസിം, നൌഷാദ് അലി കായൽ മഠത്തിൽ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. റമലാൻ ഓഫർ പ്രഖ്യാപിച്ചതോടെ നാട്ടിലേക്ക് സമ്മാനങ്ങൾ അയക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി ABC കാർഗോ. 1 കിലോഗ്രാം തൂക്കമുള്ള പാഴ്സൽ അയക്കാനുള്ള സൗകര്യം മുതൽ നിരവധി സംവിധാനങ്ങളും പുണ്യമാസത്തിന് മുന്നോടിയായി ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ പ്രവർത്തന സമയവും ദീർഘിപ്പിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു. റമലാനിലേക്ക് കടക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ കാർഗോ അയക്കുന്നതിനായി നിരവധി ഓഫറുകളാണ് ABC കാർഗോ പ്രഖ്യാപിച്ചത്. ഇതോടെ കാർഗോ അയക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. കാർഗോ ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള GCCയിലെ തന്നെ നമ്പർ 1 കാർഗോ കമ്പനിയാണ് ABC കാർഗോ എന്ന് മാനേജ്മെന്റ് പറഞ്ഞു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ABCയുടെ സേവനമുണ്ട്. ആയിരക്കണക്കിന് ജീവനക്കാരും വിപുലമായ വാഹന സൗകര്യവും നൂറുകണക്കിന് ഓഫീസുകളും ABCക്കുണ്ടെന്നും മാനേജ്മെന്റ് പറഞ്ഞു. കാർഗോ, കൊറിയർ, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് തുടങ്ങി നിരവധി സേവനങ്ങൾ കമ്പനി ഉപഭോക്താക്കളിൽ എത്തിക്കുന്നുണ്ട്. റമലാൻ പ്രമാണിച്ച് പ്രാദേശിക ഡെലിവറിക്കായി എക്സ്പ്രസ് ഡൊമസ്റ്റിക് സർവീസുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. റമദാന്റെ ഭാഗമായിട്ട് ABC കാർഗോയിൽ ഇപ്പോൾ ഓഫറുകളുണ്ട്. കൂടുതൽ സർവീസുകൾ വിപുലീകരിച്ചിട്ടുണ്ട്. എയർ കാർഗോയിലാണെങ്കിൽ മുമ്പ് 20 കിലോയാണ് മിനിമം വെയിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1 കിലോ മുതൽ മുകളിൽ എത്ര കിലോ അയക്കാം. 1 കിലോഗ്രാം മുതലുള്ള പാക്കേജുകൾ അയക്കാനുള്ള സംവിധാനമാണ് പ്രധാന പ്രത്യേകത. എക്സ്പ്രസ് ഡൊമസ്റ്റിക് സേവനങ്ങൾ, കുറഞ്ഞ ചിലവിൽ അതിവേഗം പാർസലുകൾ നാട്ടിലെത്തിക്കാനുള്ള സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഡൊമസ്റ്റിക് സർവീസും അവൈലബിൾ ആണ്. സൗദിയിലുടനീളം സർവീസ് ഉണ്ട്.
ഫ്രീ പിക്ക് സർവീസ് അവൈലബിൾ ആണ് റിയാദ് എവിടെയും. ഇപ്പോൾ ഫാസ്റ്റ് സർവീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർനാഷണൽ എക്സ്പ്രസ് സർവീസ് ഉണ്ട്. യൂറോപ്പ്, അമേരിക്ക, USA, UK അതുപോലെയുള്ള എല്ലാ മേഖലയിലേക്കും എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും മികച്ച രീതിയിൽ ഈ സർവീസ് നടത്തുന്നുണ്ട്. തിരക്കേറിയതോടെ രാത്രി വൈകിയും ABC കാർഗോയുടെ എല്ലാ ബ്രാഞ്ചുകളും സേവന സമയം ദീർഘിപ്പിച്ചു. അതിവേഗം സാധനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനായി വിപുലമായ വാഹന നെറ്റ്വർക്കുകളും സാങ്കേതിക സംവിധാനങ്ങളും ഒരുക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു. മീഡിയ 1 റിയാദ്. ഇന്റർനാഷണൽ ബിസിനസ് വീക്കിന്റെ ഗ്ലോബൽ സമ്മിറ്റിൽ സൗദിയിലെ അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടൻസി മുഖേന നിരവധി കമ്പനികൾ കരാർ ഒപ്പിട്ടു. സൗദിയിലെ വിവിധ പദ്ധതികൾക്കായി 350 മില്യൺ റിയാലിന്റെ നിക്ഷേപ കരാറുകൾക്കും ധാരണയായി. അബുദാബിയിലെ യാസ് ഐലൻഡിലായിരുന്നു ബിസിനസ് വീക്ക്. വ്യവസായ മേഖലയിലെ നവീനമായ ഉപാധികളെക്കുറിച്ചും പുതിയ നിക്ഷേപാവസരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന മികച്ച വേദിയായി ഇന്റർനാഷണൽ ബിസിനസ് വീക്ക്. അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രമുഖ വ്യവസായികൾ പരിപാടിയിൽ പങ്കെടുത്തു. സൗദി അറേബ്യയിൽ നിന്നും പങ്കെടുത്തത് സൗദിയിലെ ലീഡിംഗ് കൺസൾട്ടൻസിയായ അറബ് ഡ്രീംസ് മാനേജ്മെന്റ് കൺസൾട്ടൻസി ആയിരുന്നു. സമ്മിറ്റിന്റെ ഭാഗമായി സൗദിയിലെ വിവിധ പദ്ധതികൾക്കായി 350 മില്യൺ റിയാലിന്റെ നിക്ഷേപ കരാറുകൾക്കും ധാരണയായി. സിംഗപ്പൂരിൽ നിന്നുള്ള 2 കമ്പനികളായിരിക്കും അറബ് ഡ്രീംസ് വഴി സൗദിയിൽ നിക്ഷേപം നടത്തുക. I'm so excited to telling that we have partnered with Arab Dreams with the 2 Singaporean companies invest in Saudi Arabia with the 350 million riyal in aviation, logistics and also in industry. സൗദിയിലെ പുതിയ ബിസിനസ് നയങ്ങളും നിക്ഷേപ സാധ്യതകളും സമ്മിറ്റിൽ ചർച്ചയായി. സമ്മിറ്റിന്റെ ആദ്യ സെഷനിൽ അബുദാബി ഫ്രീ സോൺ അതോറിറ്റി വൈസ് പ്രസിഡന്റ് വിൽസൺ ചാൻ, ദുബായ് ഫ്രീ സോൺ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ ജൂലിയ ടിംസ് എന്നിവർ സംസാരിച്ചു. മീഡിയ 1 റിയാദ്. കുവൈത്തിൽ സുരക്ഷാ ഗതാഗത പരിശോധനകൾ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ ദിവസം അൽ റക പ്രദേശത്ത് നടന്ന പരിശോധനയിൽ 1243 നിയമലംഘനങ്ങൾ പിടികൂടി. വിവിധ കേസുകളിൽ പ്രതികളായ 26 പേരെയും പരിശോധനയിൽ പിടികൂടി. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ താമസിക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ഹജ്ജിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. 4000 റിയാൽ മുതലാണ് വ്യത്യസ്ത നിരക്കിലുള്ള 6 പാക്കേജുകൾ ആരംഭിക്കുന്നത്. സൗദിയിൽ ഇഖാമയുള്ള വിദേശികൾക്കും കുടുംബത്തിനുമാണ് ഹജ്ജ് ചെയ്യാൻ അവസരം. മുമ്പ് ഹജ്ജ് നിർവഹിച്ചിട്ടില്ലാത്തവർക്കാണ് മുൻഗണന. 3984 റിയാലാണ് ഏറ്റവും കുറഞ്ഞ ഹജ്ജ് പാക്കേജ്. ഇതിനു പുറമെ 4036, 8092, 10366, 13150, 13733 റിയാൽ എന്നിങ്ങനെ മറ്റു 5 പാക്കേജുകളുമുണ്ട്. വാറ്റ് ഉൾപ്പെടെയാണ് ഈ നിരക്ക്. ഏറ്റവും കുറഞ്ഞ 4000ന്റെ 2 പാക്കേജിലും മിനായിൽ തമ്പ് സൗകര്യം ഉണ്ടായിരിക്കില്ല. അറഫ, മുസ്ദലിഫ യാത്രയും താമസ സൗകര്യവും ലഭിക്കും. 8000, 10000 റിയാൽ പാക്കേജുകളിൽ മിന, അറഫ എന്നിവിടങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടെയുമുള്ള ടെന്റും ഭക്ഷണവും യാത്രാ സൗകര്യവും ലഭിക്കും. 13150 റിയാലിന്റെ പാക്കേജിൽ ജംറയ്ക്ക് തൊട്ടടുത്ത 6 മിന ടവറുകളിലാകും താമസം. 13733 റിയാലിന്റെ ഏറ്റവും ഉയർന്ന പാക്കേജിൽ അത്യാധുനിക സൗകര്യങ്ങളും ഉണ്ടാകും. ഇവർക്ക് മിനായിലെ താമസം ജംറകളോട് ചേർന്ന് പുതുതായി പണിത കിദാന കെട്ടിടത്തിലായിരിക്കും. അറഫയിൽ കൂടുതൽ സൗകര്യമുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. ഇതുവരെ ഹജ്ജ് ചെയ്തിട്ടില്ലാത്തവർക്കാണ് ഇത്തവണയും മുൻഗണന. എന്നാൽ മഹ്റം വിഭാഗത്തിന് ഇത് ബാധകമല്ല. നുസുക് മൊബൈൽ ആപ്പ് വഴിയോ ലോക്കൽ hajj.hajj.gov.sa വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു രജിസ്ട്രേഷൻ മാത്രമേ അനുവദിക്കൂ. രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന മൊബൈലിൽ പാക്കേജ് ഫീ അടയ്ക്കാനുള്ള അറിയിപ്പ് ലഭിക്കും. ഈ മെസ്സേജ് അനുസരിച്ച് പണം ഒന്നിച്ചോ ഗഡുക്കളായോ അടയ്ക്കാം. പൂർണ്ണമായും അടച്ച ശേഷം ഹജ്ജ് പെർമിറ്റ് അബ്ഷീറിൽ നിന്നും QR കോഡ് സഹിതം പ്രിന്റ് എടുക്കാം. ഹജ്ജ് വേളയിലുടനീളം തീർത്ഥാടകർ ഇത് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. മീഡിയ 1 ജിദ്ദ. കലാകായിക സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള അന്താരാഷ്ട്ര ഗന്ധടകുടി പുരസ്കാര സമർപ്പണം ഫെബ്രുവരി 16-ന് ഷെയ്ഖ് സായിദ് റോഡിലെ മില്ലേനിയം പ്ലാസ ഹോട്ടലിലാണ് പരിപാടി. പുരസ്കാര വിതരണത്തിന്റെ പ്രീ ലോഞ്ച് ദുബൈയിലെ ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്നു. ദുബൈ പോലീസ് മേജർ ഉമർ അൽ മർസൂക്കി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീഡിയോ കോൺഫറൻസ് വഴി ചടങ്ങിന് ആശംസകൾ നേർന്നു. So basically what we are planning is from this title we want to select the real achievers from Karnataka who are settled in various parts of the world. They are in different countries and they have done so many things in their own field sector. Maybe it is in sports,
or literature or in acting or singing, whatever it might be. So they have done some achievements. So we want to recognize them. GKD ഇൻവെസ്റ്റ്മെന്റിന്റെ സഹകരണത്തോടെ ഓവർസീസ് എന്റർടൈൻമെന്റ് ആണ് പ്രീ ലോഞ്ച് സംഘടിപ്പിച്ചത്. പുരസ്കാരദാന ചടങ്ങിൽ മൈസൂർ രാജകുടുംബത്തിൽ നിന്നുള്ളവരും ജനപ്രതിനിധികളും പങ്കെടുക്കും. കർണാടക സംഗീതജ്ഞൻ വി ഹരികൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടിയും ഉണ്ടായിരിക്കും. പ്രവേശനം സൗജന്യമാണ്. മീഡിയ 1 ദുബായ്. സൗദിയിലെ യാംബു ഫ്ലവർ ഫെസ്റ്റ് പുരോഗമിക്കുമ്പോൾ മലയാളി സാന്നിധ്യവും സജീവമാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പുഷ്പോത്സവത്തിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ എത്തുന്നുണ്ട്. ഉത്സവാന്തരീക്ഷത്തിൽ വ്യത്യസ്തമായ വിനോദ പരിപാടികളോടെയാണ് ഫെസ്റ്റ്. പുഷ്പോത്സവം തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. നിരവധി മലയാളികൾ ഇതിനോടകം മേള സന്ദർശിച്ചു. യാംബുവിനെ കൂടാതെ മക്ക, മദീന, ജിദ്ദ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് മലയാളികൾ ഏറെയും എത്തിയത്. സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ പ്രത്യേക ബസ്സുകളും മേളയിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ആളുകളെ ഈ ഫ്ലവർ ഷോയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി എല്ലാ ആഴ്ചകളിലും മക്കയിൽ നിന്ന് ബസ് മാർഗം ആളുകളെ എത്തിക്കാറുണ്ട്. ഈ വർഷം ഫസ്റ്റിലെ വെള്ളിയാഴ്ച നിലയ്ക്ക് 3 ബസ്സുകളിലാണ് KMCC ഇവിടെ ആളുകളെ എത്തിച്ചിട്ടുള്ളത്. വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ മേളയുടെ പ്രധാന ആകർഷണമാണ്. ലോകോത്തര ബ്രാൻഡുകൾ ഉൾപ്പെടെ 35-ലധികം റെസ്റ്റോറന്റുകളും മേളയിലുണ്ട്. മക്കയിലെ പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ ഫ്ലവർ ഷോ കാണാനെത്താറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം വളരെ നല്ല രൂപത്തിൽ തന്നെ ഇവിടെ നല്ല രൂപത്തിൽ ഈ ഫ്ലവർ ഷോ കാണാനും അതുപോലെ തന്നെ പുതുതായിട്ടുള്ള കുട്ടികളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ബട്ടർഫ്ലൈ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പൂക്കളെയും അവയുടെ പരിപാലന രീതിയും പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷണൽ ഗാർഡനാണ് മേളയുടെ മറ്റൊരു ആകർഷണം. ഫിലിം ഷോ, സർക്കസ്, വെടിക്കെട്ട് തുടങ്ങി നിരവധി എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളും ഇതോടൊപ്പമുണ്ട്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് കാറുകളടക്കം നിരവധി സമ്മാനങ്ങളും പുഷ്പമേളയിൽ നൽകി വരുന്നു. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. പുതിയ അച്ചാറുകൾ വിപണിയിലെത്തിച്ച GCCയിലെ പ്രമുഖ ഭക്ഷ്യവിതരണ ബ്രാൻഡായ ടേസ്റ്റി ഫുഡ്. വിവിധ തൂക്കങ്ങളിൽ അച്ചാറുകൾ ലഭ്യമാണ്. 10ഓളം പുതിയ അച്ചാറുകളാണ് ടേസ്റ്റി ഫുഡ് വിപണിയിലെത്തിക്കുന്നത്. ആവശ്യമായ വിഭവങ്ങൾ 1 വർഷം ഭരണിയിൽ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് അച്ചാറുകൾ നിർമ്മിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. അച്ചാറിടുന്നതിന് നമുക്കൊരു പാരമ്പര്യ രീതിയുണ്ട്. 1 വർഷം ഭരണിയിൽ ഇട്ട് വെച്ചിട്ട് അത് അങ്ങനെയുള്ള വെജിറ്റബിൾസിനെ എടുത്തിട്ടാണ് പിന്നീട് പരമ്പരാഗതമായിട്ട് നമ്മുടെ മുത്തശ്ശിമാർ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അച്ചാറിടുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് ഇന്ന് ശരിക്കും നമുക്ക് ഈ കൊമേഴ്സ്യൽ ഉൽപ്പാദനത്തോടെ നഷ്ടപ്പെട്ടിരിക്കുക. നമ്മളതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് അങ്ങനെ 1 വർഷം പൂർണ്ണമായും ഉപ്പിലിട്ട് വെച്ച വെജിറ്റബിൾസ് കൊണ്ടുള്ള പിക്കിൾസ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ ശ്രമിക്കുകയും കഴിഞ്ഞ ഏതാണ്ട് 1-2 വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി അതിനുള്ള എല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും പരിഹരിച്ച് പൂർണ്ണമായും വിജയത്തിലെത്തിക്കാനും പറ്റിയെന്നുള്ളതാണ്. 20 വർഷത്തിലേറെയായി UAEയുടെ ഭക്ഷ്യവിതരണ മേഖലയിലുള്ള ടേസ്റ്റി ഫുഡ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ കേരളത്തിലും ലഭ്യമാണ്. 300-ൽ പരം ഉൽപ്പന്നങ്ങളാണ് ടേസ്റ്റി ഫുഡിൻ്റെതായി ഇപ്പോൾ വിപണിയിലുള്ളത്. മീഡിയ 1 ദുബായ്. മക്കയിൽ മലയാളി വാഹനാപകടത്തിൽ മരിച്ചു. പാലക്കാട് പട്ടാമ്പി സ്വദേശി ഷാഹുൽ ഹമീദാണ് മരിച്ചത്. രാത്രി ജോലി കഴിഞ്ഞ് റോഡ് മുറിച്ചു കടക്കവേ എതിരെ വന്ന വാഹനം ഇടിക്കുകയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി മക്കയിൽ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ജിദ്ദയിലെ സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് മ്യൂസിക് ലവേഴ്സ് തബലിസ്റ്റ് ഷാജഹാൻ ബാബുവിന് യാത്രയയപ്പ് നൽകി. 35 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്കുള്ള മടക്കം. സംഘടനയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു. ജിദ്ദയിലെ ഗായകർ സംഗീത വിരുന്ന് ഒരുക്കിയാണ് യാത്രയയപ്പ് നൽകിയത്. അബ്ദുറഹ്മാൻ മാവൂർ, ആഷിഖ് റഹീം, സ്വാലിഹ് കാവോട എന്നിവർ നേതൃത്വം നൽകി. കമ്മിറ്റികളെ തെരഞ്ഞെടുത്തു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്ന യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BA അബ്ദുൽ മുത്തലിബ് പുതുതായി തെരഞ്ഞെടുത്ത ഭാരവാഹികൾക്ക് ചുമതല കൈമാറി. വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു. സാമുവൽ ചാക്കോ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ച വർഗീസ് ജോസഫ് എന്നിവർ സംബന്ധിച്ചു. BS പിള്ള, സുരേഷ് പാത്തൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മലയാളി യുവാവ് ബഹ്റൈനിൽ മരിച്ചു. തൃശൂർ ചെമ്പുംചിറ സ്വദേശി അഭിമന്യു സന്ദീപാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. മൂവൽ ഹസമിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. തൃശൂർ സ്വദേശിയായ വനിത ബഹ്റൈനിൽ മരിച്ചു. ഹിൽപ്പാടി കൂട്ടാല സ്വദേശി സുമിത സുന്ദരനാണ് മരിച്ചത്. 14 വർഷമായി ബഹ്റൈനിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടികൾ ICRF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു.
കുവൈത്തിൽ പ്രൊമോഷനുകൾക്കിടയിലും ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ തിരികെ നൽകാമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. 2014 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രകാരം ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ തിരികെ നൽകാനോ കൈമാറ്റം ചെയ്യാനോ നിയമപരമായ അവകാശമുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്റ്റോർ പ്രൊമോഷനുകളിലും കിഴിവുകളിലും ഇത്തരം അവകാശങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. റീഫണ്ട് ലഭിക്കുന്നതിനായി ഉൽപ്പന്നത്തിനൊപ്പം ലഭിക്കുന്ന കിഴിവ് കൂപ്പണുകൾ, റാഫൽ എൻട്രികൾ തുടങ്ങിയവ ആനുകൂല്യങ്ങളും ഉപഭോക്താക്കൾക്ക് തിരികെ നൽകണമെന്ന് പ്രാദേശിക ദിനപത്രമായ അൽ റായ് റിപ്പോർട്ട് ചെയ്യുന്നു. ചികിത്സാ സംവിധാനങ്ങളും ഉപകരണങ്ങളും നവീകരിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് കുവൈത്ത് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി. മിഡിൽ ഈസ്റ്റ് റീജിയണൽ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും കുവൈത്ത് അസോസിയേഷൻ ഫോർ വിമൻസ് ഹെൽത്തും സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ക്യാൻസർ രോഗികൾക്കുള്ള ഏറ്റവും മികച്ച നൂതന രോഗനിർണയ ചികിത്സാ സാങ്കേതിക വിദ്യകൾ രാജ്യത്ത് ലഭ്യമാണെന്ന് അൽ അവാദി പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾ, മെഡിക്കൽ ഇമേജിംഗ്, ഓട്ടോമേഷൻ തുടങ്ങിയ വർക്ക്ഷോപ്പുകൾ ഉൾപ്പെടെ 3 ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുന്നത്. വിശ്വകർമ്മ ഓർഗനൈസേഷൻ ഫോർ ഐഡിയൽ കരിയർ ആൻഡ് എഡ്യൂക്കേഷൻ കുവൈത്ത് 20ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പൊതുയോഗം ചെയർമാൻ PG ബിനു ഉദ്ഘാടനം ചെയ്തു. ജോയ് നന്ദനം അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. രാജേഷ് കുമാർ, K വിജയൻ, സജയൻ വേലപ്പൻ എന്നിവർ സംസാരിച്ചു. ഷിഫ എക്സലൻസ് പുരസ്കാരം പ്രഖ്യാപിച്ചു. മാധ്യമ മേഖലയിലെ മികച്ച സംഭാവനകൾ മുൻനിർത്തിയാണ് അവാർഡുകൾ നൽകുന്നത്. കുവൈത്ത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് സൗജന്യ കൺസൾട്ടേഷൻ അടക്കം നിരവധി ആനുകൂല്യങ്ങൾ ഷിഫ അൽ ജസീറ മെഡിക്കൽ മാനേജ്മെന്റ് പ്രഖ്യാപിച്ചു. കുവൈത്ത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് നൽകുന്ന 2025 ഷിഫ എക്സലൻസ് അവാർഡ് വിതരണം ഫെബ്രുവരി 20 വൈകുന്നേരം നടക്കും. ഗൾഫ് മാധ്യമം കുവൈത്ത് കൺട്രി ഹെഡ് CK നജീബിന് മീഡിയ റിലേഷൻ ഇമ്പാക്ട് അവാർഡും കണക്ഷൻസ് മീഡിയ CEO നിക്സൺ ജോർജിന് ഔട്ട്സ്റ്റാൻഡിംഗ് മീഡിയ ലീഡർഷിപ്പ് അവാർഡും നൽകിയാണ് ആദരിക്കുന്നത്. സ്ഥാപനങ്ങളിലെ ജീവനക്കാരിൽ മികവ് തെളിയിക്കുകയും കൂടുതൽ കാലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തവരെയും ചടങ്ങിൽ ആദരിക്കും. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആദരണീയനായ KT റബീഉല്ല സാർ ഏർപ്പെടുത്തിയ പ്രത്യേക പുരസ്കാരമാണിത്. മാധ്യമപ്രവർത്തകർക്ക്, മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം നൽകിപ്പോരുന്നത്. ഈ പുരസ്കാരത്തിന് 22ാമത്തെ എഡീഷനാണിത്. ഷിഫ എക്സലൻസ് അവാർഡ്സ് എന്ന ബ്രാൻഡഡ് ഫോർമാറ്റിൽ ഇതാദ്യമാണെന്ന് മാത്രം. ഈ അടുത്താണ് ഇതേ അവാർഡ് പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ഹാഷ്മി താജ് ഇബ്രാഹിം, മാധു സജി, അളകനന്ദ എന്നിവർ നേടിയത്. ഷിഫ അൽ ജസീറ ഓപ്പറേഷൻ മേധാവി അസീം സൈഡ് സുലൈമാൻ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ നാസർ, മാർക്കറ്റിംഗ് മേധാവി മോണ ഹസൻ, ഫിനാൻസ് ഹെഡ് P അബ്ദുൾ റഷീദ്, ഫഹായിൽ അഡ്മിൻ മാനേജർ ഗുണശീലൻ പിള്ള, ജലീബ് അഡ്മിൻ മാനേജർ വിജിത് നായർ, ഫർവാനിയ അഡ്മിൻ മാനേജർ M സുബൈർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന സന്ദേശവുമായി SKSSF ബഹ്റൈനിൽ മനുഷ്യജാലികയൊരുക്കി. പരിപാടിയിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പങ്കെടുത്തു. ഇന്ത്യയിലും വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളിലുമായി വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ SKSSFന്റെ നേതൃത്വത്തിലൊരുക്കിയ റിപ്പബ്ലിക് ദിനാചരണ സംഗമങ്ങളുടെ ഭാഗമായാണ് ബഹ്റൈനിലും മനുഷ്യജാലിക സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവാസികൾ കൈകോർത്തു പിടിച്ച് സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം വിളിച്ചോതി മനുഷ്യജാലിക തീർത്തു. ബഹ്റൈനിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളും പ്രവാസി സംഘടനാ പ്രതിനിധികളും ഒരുമയുടെ ശൃംഖലയിൽ കണ്ണിച്ചേരാനെത്തി. സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് അൻവരി ചേലക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പുക്കോയത്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. SKSSF സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തളി മുഖ്യപ്രഭാഷണം നടത്തി. CSI ബഹ്റൈൻ സൗത്ത് കേരള ഭദ്രാസനം വികാരി റവറന്റ് ഫാദർ അനൂപ് സാം മുഖ്യാതിഥിയായി. സജീർ പന്തക്കൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SKSSF ജനറൽ സെക്രട്ടറി നവാസ് കുണ്ട്ര, ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് മോനു, ഏരിയ കൺവീനർമാർ, വിഖായ അംഗങ്ങൾ എന്നിവർ മനുഷ്യജാലികക്ക് നേതൃത്വം നൽകി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.